ഇന്ന് നമുക്ക് ആര്യയും മഞ്ജു വാര്യറും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് ഒരു വോയിസ് ഓവറിലൂടെയാണ്. ന്യൂക്ലിയർ വെപ്പൺ തയ്യാറാക്കുവാനായിട്ടുള്ള 7 ക്യാപ്സ്യൂൾസ് ഇന്ത്യൻ ആർമി കൊണ്ടുപോകുന്നത് ഹിമാലയത്തിലൂടെയാണ്. എന്നാൽ ഹിമാലയത്തിൽ മഞ്ഞുമല ഇടിയുകയും ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥരെല്ലാം അതിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. ഒപ്പം ആ ഒരു 7 ക്യാപ്സ്യൂൾസും സ്വന്തമാക്കണമെന്ന് USA, ചൈന, റഷ്യ, പാകിസ്ഥാൻ ഇങ്ങനെ പല രാജ്യങ്ങളും ചിന്തിക്കുകയാണ്. പക്ഷേ ഇവരുടെ ആരുടെയും കയ്യിൽപ്പെടാതെ അതെങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നും ഇന്ത്യൻ റോ ഏജൻസിയും തീരുമാനിക്കുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇന്ത്യൻ റോ ഏജൻസിയിലെ പ്രധാന ഉദ്യോഗസ്ഥയായ ഇന്ദ്രയെ കാണിക്കുന്നു. ഇന്ദ്രയ്ക്കൊരു കോള് വരികയാണ്. ചെന്നൈയിൽ ഹവാല ബിസിനസ് നടക്കുകയാണ്. എത്രയും വേഗം അത് തടുത്തു നിർത്തണമെന്നാണ് വിളിച്ചാൽ പറഞ്ഞത്. ഉടനെ തന്നെ ഇന്ദ്ര സ്പെഷ്യൽ ഏജന്റ് ആയിട്ടുള്ള ഗൗതമിനെ അന്വേഷിക്കുന്നു. അതേസമയം ഗൗതമിനെ കാണിക്കുന്നു. ഗൗതം ഇപ്പോൾ വെള്ളത്തിനടിയിലിരുന്ന് ധ്യാനം ചെയ്യുകയാണ്. ധ്യാനം കഴിഞ്ഞ് കയറി വരുന്ന ഗൗതമാണെങ്കിലോ തനിക്കിപ്പോൾ പുതുതായിട്ടൊരു ഡ്യൂട്ടി കിട്ടിയ കാര്യം അറിയുന്നു. അങ്ങനെ ഗൗതമാണെങ്കിലോ തന്റെ ഗ്യാങ്ങിനെ എല്ലാവരെയും വിളിച്ചു ചേർക്കുകയാണ്. ഗൗതമിന് സ്പെഷ്യൽ ആയിട്ടൊരു ടീമുണ്ട്. എല്ലാവരും ചേർന്ന് ചെന്നൈയിലേക്ക് പോകുന്നു. ഹവാല ബിസിനസ് നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടെത്തി അതെല്ലാം തടയുകയാണ് ഗൗതം. അങ്ങനെ ആ ഒരു പ്രശ്നം ഗൗതമും ടീമും പരിഹരിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഗൗതമിന് എപ്പോഴും ചെറിയ ടെൻഷനുണ്ട്. കാരണം ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ മാത്രമാണ് ഗൗതമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്യൂട്ടി പോലും തനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ വലിയ ടാസ്ക് കിട്ടണമെന്നാണ് ഗൗതം ആഗ്രഹിക്കുന്നത്. ഗൗതമാണെങ്കിലോ മേഘ്ന എന്നൊരു ഡോക്ടറുമായിട്ട് പ്രണയത്തില. പക്ഷേ ഗൗതം ഒരു റോ ഏജന്റ് ആണെന്നുള്ള കാര്യം മേഘ്നയ്ക്ക് അറിയത്തില്ല. അവളോട് ഈ ഒരു കാര്യം എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല മേഘ്ന എന്ന പെൺകുട്ടിയുമായി താൻ പ്രണയത്തിലാണെന്നുള്ളത് കൂടെയുള്ള ആരോടും തന്നെ ഗൗതം പറഞ്ഞിട്ടുമില്ല. എല്ലാം രഹസ്യമായിട്ടാണ് ഗൗതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഗൗതമിന്റെ ജീവിതം അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. മറ്റൊരു വശത്ത് ഇന്ത്യൻ ഇന്റലിജൻസും ഇന്ത്യൻ റോ ഏജൻസും ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ആ ഒരു മീറ്റിംഗിൽ പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിൽ നഷ്ടമായ 7 ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, അത് മിസ്റ്റർ എക്സ് എന്നൊരാൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ റോ ഏജന്റിന്റെ ഭാഗമാണ് മിസ്റ്റർ എക്സ്. ഇപ്പോൾ അദ്ദേഹം റഷ്യയിലാണുള്ളത്. എന്നാൽ റഷ്യൻ ആർമി മിസ്റ്റർ എക്സിനെ പിടികൂടുകയും മിസ്റ്റർ എക്സിന്റെ കൈവശമുണ്ടായിരുന്ന ആ ഒരു 7 ക്യാപ്സ്യൂൾസും സ്വന്തമാക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല റഷ്യൻ ആർമിയുടെ കീഴിലാണ് ഇപ്പോൾ മിസ്റ്റർ എക്സ് ഉള്ളത്. ഇന്ത്യയുടെ നീക്കങ്ങളെല്ലാം മിസ്റ്റർ എക്സ് അവരോട് തുറന്നു പറയുമോ എന്ന പേടിയായിരുന്നു ഇന്ത്യൻ ഇന്റലിജൻസിനും ഇന്ത്യൻ റോ ഏജൻസിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇന്റലിജൻസ് ആവശ്യപ്പെടുന്നത് മിസ്റ്റർ എക്സിനെ കണ്ടുപിടിക്കണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ടീമിനെ അയക്കണം എന്നതായിരുന്നു. ആ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ദ്രയുടെ കൈവശമാണ്. ഇന്ദ്ര ഉടനെ തന്നെ റഷ്യയിൽ നമ്മുടെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ റോ ഏജന്റ് ആയിട്ടുള്ള അമരനുള്ള കാര്യം അറിയുകയാണ്. ഉടനെ തന്നെ ഇന്ദ്ര അമരനെ കോണ്ടാക്ട് ചെയ്യുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് മിസ്റ്റർ എക്സിനെ കണ്ടെത്തി മിസ്റ്റർ എക്സിന്റെ കൈവശം നിന്നും ആ ഒരു 7 ക്യാപ്സ്യൂളും സ്വന്തമാക്കുക, അതിനുശേഷം മിസ്റ്റർ എക്സിനെ കൊന്നു കളയുക. ഇതായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ദ്ര അമരനോട് പറയുന്നത് മിസ്റ്റർ എക്സ് നല്ല ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധമായിട്ടാണ് അദ്ദേഹം ഇത്രയും നാളായിട്ടും വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് ആവശ്യമുണ്ട്, കൊന്നു കളയരുത്, പകരം ആ ഒരു 7 ക്യാപ്സ്യൂളും കണ്ടെത്തി സേഫായിട്ട് ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്നതായിരുന്നു ഇന്ദ്രയുടെ ആവശ്യവും. അങ്ങനെ അമരനാണെങ്കിലോ മിസ്റ്റർ എക്സിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് റഷ്യൻ ആർമിയിലേക്ക് കടക്കുകയാണ്. വലിയ ഫൈറ്റ് തന്നെ നടക്കും. ആ ഒരു ഫൈറ്റിനൊടുവിൽ മിസ്റ്റർ എക്സിനെ രക്ഷിക്കുന്നു. ഒപ്പം ആ ഒരു 7 ക്യാപ്സ്യൂൾസും സ്വന്തമാക്കുകയാണ്. മിസ്റ്റർ എക്സിനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന അമരനാണെങ്കിലോ ഒരു വില്ലനെ പോലെ മിസ്റ്റർ എക്സിനെ നോക്കി ചിരിക്കുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ ഈ അമരനാണെങ്കിലോ മിസ്റ്റർ എക്സിനെ രക്ഷിക്കണം എന്നുള്ള രീതിയിലൊന്നും വന്നതല്ല. 7 ക്യാപ്സ്യൂൾസ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അത് ഇന്ത്യയിലേക്ക് എത്തിക്കാനായിരുന്നില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അമരൻ ഈ ഒരു ജോലി ഏറ്റെടുത്തതും. മിസ്റ്റർ എക്സിനെ കൊല്ലണമെന്നാണ് ഇപ്പോൾ അമരന്റെ മനസ്സിൽ. യഥാർത്ഥത്തിൽ ഈ കഥയിലെ വില്ലൻ തന്നെ അമരനാണ്. ഇതൊന്നും അറിയാതെയാണ് ആ ഒരു ഡ്യൂട്ടി ഇന്ദ്ര അമരനെ ഏൽപ്പിച്ചിരിക്കുന്നതും. എന്തിനാണ് അമരൻ ഇങ്ങനെ ചെയ്യുന്നതെന്നാൽ അമരന് ഒരു ലക്ഷ്യമുണ്ട്. ഈ ഒരു ന്യൂക്ലിയർ ഡിവൈസ് വെച്ച് ചെന്നൈയിൽ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുക. അതിനവൻ നൽകിയിരിക്കുന്ന പേര് പ്രോജക്റ്റ് കാമിനി എന്നാണ്. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് G20 നടക്കുന്നുണ്ട്. അതിന് ഒരുപാട് വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ എത്തുകയാണ്. ഉയർന്നുയർന്ന പദവിയിലുള്ളവരും എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ബ്ലാസ്റ്റ് നടത്തണം, അതായിരുന്നു അമരന്റെ ലക്ഷ്യവും. എന്തുകൊണ്ടാണ് അമരൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് വഴിയെ മനസ്സിലാകും. മറ്റൊരു വശത്ത് ഇന്ത്യൻ ഇന്റലിജൻസ് ഇന്ത്യൻ റോ ഏജന്റിന്റെ ഹെഡായിട്ടുള്ള ഇന്ദ്രയ്ക്ക്
വല്ലാതെ പ്രഷർ കൊടുക്കുകയാണ്. നിങ്ങളുടെ ടീമിൽ നിന്ന് പോയ അമരൻ ഒന്നും ചെയ്തില്ലല്ലോ, ഇതുവരെയായിട്ടും ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഇന്ദ്ര ഓരോ കാര്യങ്ങളൊക്കെ പറയുവാനായി ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് മിസ്റ്റർ എക്സിനെ കൊല്ലുവാനായിട്ടും ആ ഒരു ന്യൂക്ലിയർ ഡിവൈസ് കൈക്കലാക്കുവാൻ വേണ്ടിയിട്ടും ഞങ്ങളൊരു ടീമിനെ അയക്കുന്നുണ്ട്. ഇനി വേറൊന്നും ഞങ്ങൾക്ക് അറിയണ്ട എന്ന മട്ടിലാണ് ഇന്ത്യൻ ഇന്റലിജൻസ് സംസാരിക്കുന്നത്. എന്നാൽ ഇന്ദ്ര പറയുന്നത് അതൊന്നും വേണ്ട, മിസ്റ്റർ എക്സ് നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെ രക്ഷിക്കണമെന്നായിരുന്നു ഇന്ദ്രയുടെ ആവശ്യം. പക്ഷേ അത് കേൾക്കുവാനായിട്ട് ഇന്ത്യൻ ഇന്റലിജൻസ് കൂട്ടാക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്ര മറ്റൊരു കാര്യം തീരുമാനിക്കുന്നു. തങ്ങളുടെ ടീമിൽ നിന്നും മറ്റൊരാൾ പോയിട്ട് എങ്ങനെയെങ്കിലും മിസ്റ്റർ എക്സിനെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഇന്ദ്ര ഏർപ്പാടാക്കുന്നത് ഗൗതമിനെയായിരുന്നു. ഗൗതമിന് ഇതുവരെയായിട്ടും വലിയ വർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരെ ഗൗതമിന്റെ അടുത്ത് പോയി മിസ്റ്റർ എക്സിന്റെ കാര്യം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇന്ദ്രയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഗൗതം പറയുകയാണ്. ഗൗതം ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഗൗതം ഇന്ത്യൻ റോ ഏജന്റ് ആണെന്നുള്ള കാര്യം മേഘനയ്ക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗൗതമിന് നല്ല കുറ്റബോധമുള്ളത് കൊണ്ടാണ് അവൻ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യുവാനായി തീരുമാനിച്ചത്. മിസ്റ്റർ എക്സിന്റെ ആ ഒരു ഓപ്പറേഷൻ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് ഗൗതം തയ്യാറാകാത്തപ്പോൾ ഇന്ദ്ര പറയുന്നത്, നീ ആദ്യം ഈ ഒരു റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് തീരുമാനിക്കെന്നും ഇന്ദ്ര പറയുന്നു. അങ്ങനെ മിസ്റ്റർ എക്സിന്റെ ആ ഒരു കേസ് അവൻ പഠിച്ചു നോക്കുമ്പോഴാണ് മിസ്റ്റർ എക്സ് തന്റെ അച്ഛനാണെന്നുള്ള കാര്യം ഗൗതമിന് മനസ്സിലാകുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇന്ത്യൻ റോ ഏജന്റ് ആയിരുന്നു ഗൗതമിന്റെ അച്ഛൻ. മിസ്റ്റർ എക്സ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഹിമാലയത്തിൽ നിന്നും ആ ഒരു 7 ക്യാപ്സ്യൂൾ കണ്ടെത്തിയ മിസ്റ്റർ എക്സ് തന്റെ മക്കളോടൊപ്പമാണ് ആ ഒരു ക്യാപ്സ്യൂളുമായിട്ട് പല നാടുകളിലായിട്ട് നടന്നത്. ആരും തന്നെ കണ്ടെത്തരുത്, തന്റെ കൈവശമുണ്ടായിരുന്ന ആ ഒരു ന്യൂക്ലിയർ ഡിവൈസ് ആരും കണ്ടുപിടിക്കരുത്, ഇത് മാത്രമായിരുന്നു മിസ്റ്റർ എക്സിന്റെ ലക്ഷ്യം. മിസ്റ്റർ എക്സിനൊപ്പം മിസ്റ്റർ എക്സിന്റെ മകനായിട്ടുള്ള ഗൗതമും ഗൗതമിന്റെ സഹോദരിയുമുണ്ട്. ഒരിക്കൽ രാജസ്ഥാനിൽ വെച്ച് മിസ്റ്റർ എക്സ് മൂലം ഒരു കുട്ടി ആക്സിഡന്റ് ആയി മരണപ്പെട്ടു പോകുന്നു. അതോടെ മിസ്റ്റർ എക്സും മക്കളും അവിടെ ഉണ്ടായിരുന്ന പോരാളികളുടെ കയ്യിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവർ ആവശ്യപ്പെടുന്നത് മിസ്റ്റർ എക്സിന്റെ 2 മക്കളെയാണ്. മിസ്റ്റർ എക്സിന് തിരികെ പോകാം. ഒരു കുട്ടിയെ കൊന്നതിന് തന്റെ 2 കുട്ടികളെയാണ് അവർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ എക്സ് ആദ്യം ചിന്തിക്കുന്നത് ന്യൂക്ലിയർ ഡിവൈസ് തന്റെ കൈവശമുണ്ട്, അതൊരിക്കലും മറ്റാരുടെയും കയ്യിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്റെ രാജ്യമാണ് വലുത്, അല്ലാതെ മക്കളല്ല എന്ന് ചിന്തിച്ച മിസ്റ്റർ എക്സ് തന്റെ 2 മക്കളെയും അവരെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതോടെ ഗൗതമും ഗൗതമിന്റെ സഹോദരിയും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഭിക്ഷയെടുക്കുവാനായും തുടങ്ങി. ഭിക്ഷയെടുക്കുവാനായിട്ട് അവരെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന പോരാളികൾ എല്ലാവരും ചേർന്ന്. ഒരിക്കൽ സഹോദരിക്ക് നന്നായിട്ട് വിശക്കുന്നത് കാരണം സഹോദരിക്ക് വേണ്ടിയിട്ട് ഫുഡ് അന്വേഷിച്ച് പോയതായിരുന്നു ഗൗതം. എന്നാൽ ഗൗതം തിരിച്ചു വരുന്ന സമയത്ത് സഹോദരിയെ കാണുന്നില്ല. അവൻ അവിടെ മുഴുവൻ അന്വേഷിച്ചു നോക്കി. സഹോദരി എവിടെ പോയെന്നുള്ള കാര്യം ഗൗതമിന് അറിയത്തില്ല. അന്നു മുതൽ ഗൗതം ഒറ്റപ്പെട്ടു പോയി. അതോടെ ഗൗതമിന് അച്ഛനോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. പിന്നീട് അവിടുത്തെ തെരുവിൽ കിടന്നാണ് ഗൗതം വളർന്നത്. ഇപ്പോൾ മിസ്റ്റർ എക്സ് തന്റെ അച്ഛനാണെന്ന് ഗൗതം അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മിസ്റ്റർ എക്സിനെ രക്ഷിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്ത് ഗൗതമൻ ടീമും റഷ്യയിലേക്ക് പോകുന്നു. ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ടീമും റഷ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഗൗതമൻ ടീമും ചേർന്ന് അവരെ മയക്കി കിടത്തുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം റഷ്യൻ ആർമിയാണെങ്കിലോ മിസ്റ്റർ എക്സിനെ കൊണ്ടുപോകുന്ന വണ്ടിയെ ചേസ് ചെയ്യുന്നു. ആ ഒരു വണ്ടിയിൽ കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച രീതിയിലാണ് മിസ്റ്റർ എക്സിനെ എടുത്തിരിക്കുന്നത്. അങ്ങനെ അവസാനം വലിയ ചേസിങ്ങും വലിയ ഫൈറ്റും കഴിഞ്ഞ് ഒടുവിൽ വണ്ടിയിൽ കയറിയിട്ട് ആ ഒരു കറുത്ത തുണി മാറ്റി നോക്കുമ്പോഴോ അതിലുണ്ടായിരുന്നത് മിസ്റ്റർ എക്സ് ആയിരുന്നില്ല, അതുല്യ എന്നൊരു പെൺകുട്ടിയായിരുന്നു. അതുല്യയും ഇന്ത്യയിൽ ചേർന്ന പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ഗൗതം അവളെ രക്ഷിക്കുകയാണ്. കൂടെ ആ ഒരു ന്യൂക്ലിയർ ഡിവൈസും കൊണ്ടുവരുന്നു. അതേ സമയം തന്നെയായിരുന്നു ഇന്ത്യൻ ഇന്റലിജൻസ് ഇന്ദ്രയെ വിളിക്കുന്നത്. ഞങ്ങൾക്ക് മുൻപേ മിസ്റ്റർ എക്സിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആളിനെ വിട്ടിരുന്നുവല്ലേ? ഞങ്ങളുടെ ആളിനെ മയക്കി കിടത്തി അവർ മിസ്റ്റർ എക്സിനെ രക്ഷിക്കുവാനായി നോക്കി. പക്ഷേ എന്താ സംഭവിച്ചത്? ദേ നോക്ക്, മിസ്റ്റർ എക്സ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് മിസ്റ്റർ എക്സ് മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു വിഷ്വൽസ് ഇന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അതോടെ ഇന്ദ്ര ആകെ ഞെട്ടിപ്പോവുകയാണ്. മാത്രമല്ല ഗൗതമൻ ടീമും ആ ഒരു ന്യൂക്ലിയർ ഡിവൈസ് കൈക്കലാക്കിയല്ലോ. അവർ അവിടെ നിന്നും ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിലാണ് ചെന്നൈയിലേക്ക് വരുന്നത്. അവർ ചെന്നൈയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെന്തോ മറ്റുദ്ദേശമുണ്ട്. അവിടെയാണ് G20 നടക്കുന്നത്. അവിടെ ബ്ലാസ്റ്റ് നടത്താൻ പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ റോ ഏജന്റ് ആയിട്ടുള്ള ഗൗതമും കാണുമെന്നുള്ളത് ഇന്ത്യൻ ഇന്റലിജൻസ് പറയുന്നു. എന്റെ ആളുകളൊന്നും അങ്ങനെയുള്ളവരല്ല എന്നൊക്കെ എത്ര തന്നെ ഇന്ദ്ര പറയുവാനായിട്ട് ശ്രമിച്ചിട്ടും അവർ കേൾക്കുന്നതേയില്ല. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് അവരെ കൈയോടെ പിടികൂടണമെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഫ്ലൈറ്റിലിരിക്കുന്ന സമയം അതുല്യ തന്റെ പേര് പറയുമ്പോഴോ കാണാതെ പോയ തന്റെ സഹോദരിയുടെ പേരും ഒന്നായിരുന്നു. അത് തന്റെ സഹോദരിയാണെന്ന സംശയം ഗൗതമിനുണ്ടാകുന്നു. അതുല്യ തന്റെ അച്ഛന്റെ പേര് കൂടി പറഞ്ഞപ്പോൾ അത് തന്റെ സഹോദരിയാണെന്നുള്ള കാര്യം ഗൗതം ഉറപ്പിച്ചു. കാരണം ഗൗതമിന്റെ അച്ഛന്റെ പേരും അതുല്യയുടെ അച്ഛന്റെ പേരും ഒന്നായിരുന്നു. ഗൗതം തന്റെ പേര് പറയുന്ന സമയത്ത് അതുല്യ ചേട്ടാ എന്ന് അവനെ വിളിക്കുകയാണ്. അതോടെ ആ ഇരിക്കുന്നത് തന്റെ സഹോദരിയാണെന്നുള്ള കാര്യം ഗൗതമിന് മനസ്സിലാകും. എയർപോർട്ടിലേക്ക് വന്നിറങ്ങുകയാണ് ഗൗതമും കൂട്ടരും. അവിടെ വെച്ച് ഇന്ത്യൻ ആർമി അവരെ വളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യൻ ആർമി അവരെ
അവരെ പിടികൂടുവാനായി നോക്കുന്ന സമയം തന്നെ ഇന്ത്യൻ ആർമിയിലുള്ളവരെ എല്ലാവരെയും ഒരാൾ ഷൂട്ട് ചെയ്യുന്നു. അത് മറ്റാരുമല്ല, അമരനായിരുന്നു. അമരൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അമരനാണെങ്കിലോ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയുന്നു. ഞാനാണിതെല്ലാം പ്ലാൻ ചെയ്തത്. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്തു എന്ന് അമരൻ പറയുന്നു. സത്യത്തിലെന്ന് റഷ്യൻ ആർമിയുടെ കൈവശം മിസ്റ്റർ എക്സിനെ അകപ്പെടുത്തിയത് അമരൻ തന്നെയാണ്. അന്ന് ഗൗതമൻ ടീമും വരുന്ന സമയത്ത് റഷ്യൻ ആർമിയുടെ കൈവശം കറുത്ത തുണി കൊണ്ട് മറച്ച രീതിയിൽ ഒരാളുണ്ടായിരുന്നല്ലോ. അത് ഈ അതുല്യ എന്ന പെൺകുട്ടിയായിരുന്നല്ലോ. ആ ഒരു കാര്യമെല്ലാം സെറ്റ് ചെയ്തതും അമരൻ തന്നെയാണ്. അമരന്റെ ഏറ്റവും വലിയ ആവശ്യം എങ്ങനെയെങ്കിലും ന്യൂക്ലിയർ ഡിവൈസ് ഇന്ത്യയിലേക്ക് എത്തിക്കുക. അവൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കറക്റ്റ് ഗൗതമൻ ടീമും ഇന്ത്യയിലേക്ക് ആ ഒരു ന്യൂക്ലിയർ ഡിവൈസും കൊണ്ടുവന്നു. എന്നാൽ അമരൻ അതുല്യെ വെച്ചാണ് ഗൗതമിനെ വിരട്ടുന്നത്. നീ ആ ഒരു ക്യാപ്സ്യൂൾ എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരിയെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞവൻ വിരട്ടുന്നു. എന്നാൽ അത് കാണുന്ന ഗൗതമാണെങ്കിലോ, എനിക്കങ്ങനെ സഹോദര സ്നേഹമൊന്നുമില്ല, എന്റെ രാജ്യമാണ് വലുതെന്ന് പറഞ്ഞ് അതുല്യയുടെ ഷോൾഡറിൽ ഗൗതം ഷൂട്ട് ചെയ്യുകയാണ്. അത് കണ്ട് അമരനും ഞെട്ടിപ്പോകും. ആണെങ്കിലോ ആരും അറിയാതെ ആ ഒരു ന്യൂക്ലിയർ ഡിവൈസ് അവരുടെ കയ്യിൽ നിന്നും കൈക്കലാക്കുന്നു. ആരെയും ഷൂട്ട് ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്യാതെ ന്യൂക്ലിയർ ഡിവൈസുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ട് അമരൻ ശ്രമിക്കും. പോകുന്നതിന് മുൻപായിട്ട് അമരൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ നാടിന്റെ നാശം ഇതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണെന്ന്. അത് ഞാനുള്ളപ്പോൾ ഒന്ന് നോക്കട്ടെ എന്നാണ് ഗൗതമിന്റെ മറുപടിയും. സത്യത്തിൽ ഒരു റോ ഏജന്റ് ആയിട്ടുള്ള അമരൻ ഇങ്ങനെ ആകുവാനായിട്ടുള്ള കാരണം എന്തെന്നാൽ, തൂത്തുക്കുടിയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് അമരനും അവന്റെ അമ്മയും ഒക്കെ താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തില് വലിയൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറി കാരണം ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ട് തന്നെ അമരന്റെ അമ്മയും ഗ്രാമവാസികളും ചേർന്ന് ഫാക്ടറിക്കെതിരായിട്ട് പോരാടുവാനായും തുടങ്ങി. എന്നാൽ ആ ഫാക്ടറി നടത്തിപ്പുകാരാണെങ്കിലോ പോലീസുകാരെ ഈ വിവരം അറിയിക്കുകയും പോലീസുകാർ വന്ന് സമരം നടക്കുന്നിടത്ത് വല്ലാതെ പ്രശ്നമുണ്ടാക്കി. എന്നാൽ ആ ഒരു പ്രശ്നത്തിൽപ്പെട്ട് അമ്മ മരണപ്പെട്ടു പോവുകയാണ്. തന്റെ അമ്മ മരണപ്പെടുന്നത് അവന്റെ കൺമുന്നിൽ വെച്ചാണ് നടന്നത്. അന്നു മുതൽ അമരനാണെങ്കിലോ ഈ നാടിനെതിരായി, നാടിനെ ദ്രോഹിക്കണമെന്ന് തന്നെയായി അവന്റെ മനസ്സിൽ. അതിനേക വഴി എങ്ങനെയെങ്കിലും റോ ഏജന്റായി കയറി പറ്റുക. അതിനു വേണ്ടിയിട്ടാണ് അവൻ റോ ഏജന്റായി മാറിയതും ഇന്ത്യയെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി. G20 പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് നടക്കുന്ന ആ ഒരു സ്റ്റേഡിയം നോക്കി വലിയൊരു മിസൈൽ വരുന്നു. അത് ചെയ്തത് അമരനാണ്. മിസൈൽ വരുന്നത് എല്ലാവരും കാണുന്നു. പക്ഷെ അത് അവിടെ നിന്നും ഡൈവേർട്ടായി നേരെ പോയി പതിക്കുന്നത് പാകിസ്ഥാനിലാണ്. അതോടെ പാകിസ്ഥാൻ ആർമി ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുവാനായി ആരംഭിക്കുന്നു. ഇന്ത്യ കാരണമാണ് തന്റെ നാട്ടിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായതെന്നാണ് പാകിസ്ഥാൻകാർ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ആർമി എത്ര തന്നെ തങ്ങളല്ല ഇതിന് പിന്നില്, തങ്ങൾ അങ്ങനെ ഒരു നീക്കവും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പാകിസ്ഥാൻ ആർമിയോട് പറഞ്ഞു മനസ്സിലാക്കുവാനായി ശ്രമിക്കുമെങ്കിലും അവർ കേൾക്കുന്നില്ല. അവർ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അമരനെ എങ്ങനെയെങ്കിലും പിടികൂടണമെന്നും ഗൗതം ചിന്തിക്കുന്നു. അമരനാണെങ്കിലോ ആ ഒരു ന്യൂക്ലിയർ ഡിവൈസ് വെച്ച് വലിയൊരു ബ്ലാസ്റ്റ് നടത്തുവാൻ തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതേസമയം ഗൗതമാണെങ്കിൽ അതുല്യ എന്ന പെൺകുട്ടിയെ അവിടെ നിന്നും രക്ഷിച്ച് നേരെ കൊണ്ടുപോകുന്നത് തന്റെ കാമുകിയുടെ വീട്ടിലേക്ക്. ആ പെൺകുട്ടി മരണപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നവൻ ബുള്ളറ്റ് ഇറക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അമരനെ ഡൈവേർട്ട് ചെയ്യണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതുല്യെ സേഫായിട്ട് കാമുകിയുടെ വീട്ടിലേക്കും എത്തിച്ചു. മേഘ്ന ഡോക്ടർ ആയതുകൊണ്ട് തന്നെ മേഘ്ന ആ ബുള്ളറ്റ് സേഫായിട്ട് പുറത്തെടുക്കുകയാണ് ചെയ്തത്. അവൾ അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയം. എന്നാൽ മറ്റൊരു വശത്ത് ഈ പെൺകുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണെങ്കിലോ അമരൻ അറിയിക്കുകയാണ്. അമരൻ എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്നും കൈക്കലാക്കണം. അതിനു വേണ്ടിയിട്ട് അമരൻ ശ്രമിക്കുന്നു. മറ്റൊരു വശത്ത് ഇന്ദ്രയും ഗൗതമും ഒക്കെ നല്ല ചർച്ചയിലാണ്. അമരനെ കുറിച്ചായിരുന്നു അവരുടെയൊക്കെ ചർച്ച. ഒരു റോ ഏജന്റ് ആയിട്ടുള്ള അമരൻ എന്തിനായിരിക്കാം ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയായിരുന്നു അവർ ചർച്ച ചെയ്യുന്നത്. മാത്രവുമല്ല, അമരനെ റോ ഏജന്റ് ആയിട്ട് പരിചയപ്പെടുത്തിയത് മറ്റൊരു റോ ഏജന്റ് ആയിരുന്നു. അയാൾ എന്തിനായിരിക്കാം അമരനെ ഇവിടെ കൊണ്ടുവന്നത്? അപ്പോൾ അയാൾക്കും ഇതിൽ എന്തോ പങ്കുണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് അയാളുടെ വൈഫിന് ക്യാൻസർ ആണ്. കാശിന് വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമരൻ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അമരനെ റോ ഏജന്റ് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതെന്നും അയാൾ സമ്മതിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് അമരനെ കാണിക്കുകയാണ്. അതുല്യെ സേഫ് ആക്കുവാൻ വേണ്ടിയിട്ട് അവിടെ കുറെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. കാരണം അതുല്യ ഗൗതമിന്റെ സഹോദരിയാണല്ലോ. എന്നാൽ അതേസമയം ആ ഒരു രക്ഷകരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തിയതിനു ശേഷം വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അമരൻ. മേഘ്നയും ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് അതുല്യക്കടുത്തേക്ക് എത്തുന്ന സമയത്താണ് അതുല്യ അമരനടുത്തേക്ക് ചെല്ലുന്നത്. അവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഈ അതുല്യ യഥാർത്ഥത്തിൽ അമരന്റെ ആളാണ്. അതുല്യ ഇന്ത്യയിലേക്ക് എത്തിച്ചത് തന്നെ അമരന്റെ പ്ലാനാണ്. എന്തെന്നാൽ അതുല്യ യഥാർത്ഥത്തിൽ ഗൗതമിന്റെ സഹോദരിയല്ല, സഹോദരിയാണെന്ന് കള്ളം പറഞ്ഞതാണ്. കാണാതായിപ്പോയ സഹോദരി ഇതായിരിക്കുമെന്ന് അന്ന് ഗൗതം അങ്ങ് കരുതി. ഈ അതുല്യ ലോകം മുഴുവൻ തേടിക്കൊണ്ടിരിക്കുന്ന കൊടും കുറ്റവാളിയാണ്. ന്യൂക്ലിയർ വെപ്പണൊക്കെ ഉണ്ടാക്കുന്നതിൽ കഴിവുള്ള ആളാണ് അതുല്യ. അതുകൊണ്ട് തന്നെയാണ് അതുല്യ ഇന്ത്യയിലേക്ക് അമരൻ വരുത്തിപ്പിച്ചതും. അങ്ങനെ അമരനാണെങ്കിലോ അതുല്യം കൊണ്ട് അവിടെ നിന്ന് പോകുന്നു.
എന്നാൽ മറ്റൊരു വശത്ത് മേഘനയ്ക്കടുത്തേക്ക് എത്തുകയാണ് ഗൗതം. പേടിച്ചു വിറച്ചു നിൽക്കുന്ന മേഘനയെ അവൻ ഒരുപാട് സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. സത്യത്തിൽ അതുല്യ തന്റെ സഹോദരിയല്ല എന്നും അവൾ അമരന്റെ ആളാണെന്നുള്ള കാര്യം ഗൗതമിന് നന്നായിട്ട് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളെ അമരന്റെ മുന്നിൽ വെച്ച് ഷൂട്ട് ചെയ്തതും തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും. എന്നിട്ട് ആരും അറിയാതെ മേഘനയെ കൊണ്ട് അതുല്യയുടെ ഡ്രസ്സിൽ ഒരു ട്രാക്കർ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമരനും അതുല്യയും എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഗൗതമിന് നന്നായിട്ട് അറിയാം. അവർ എവിടേക്കാണ് പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അവർ പോകുന്നത് G20 നടക്കുന്ന സ്ഥലത്തേക്കല്ല. അവൻ നേരെ പോയിരിക്കുന്നത് അവന്റെ അമ്മ എവിടെ വെച്ചാണോ മരണപ്പെട്ടത് അതേ ഫാക്ടറിയിലേക്കാണ്. ആ ഫാക്ടറി നശിപ്പിക്കണം, അത് മാത്രമായിരുന്നു അമരന്റെ ഉദ്ദേശം. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളിലേക്ക് ആ ഒരു ഏരിയയിൽ മുഴുവനായിട്ടും ഒരു പുല്ല് പോലും മുളക്കില്ല. അതെങ്ങനെയെങ്കിലും തടുത്തു നിർത്തണമെന്നും ഗൗതം ചിന്തിക്കുന്നു. എന്നാൽ അതേസമയം അതുല്യാണെങ്കിലോ ഒരു ന്യൂക്ലിയർ റിയാക്ടർ അമരൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അത് വെച്ച് ആ ഒരു ഫാക്ടറി നശിപ്പിക്കുക, അത് മാത്രമായിരുന്നു അമരന്റെ ഉദ്ദേശം. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഗൗതമാണെങ്കിലോ നേരെ ആ ഒരു ഫാക്ടറിയിലേക്ക് എത്തുകയാണ്. ആരും അറിയാതെ ഫാക്ടറിയുടെ ഉള്ളിലേക്കും അവൻ പ്രവേശിക്കുന്നു. അവിടെ വെച്ച് അമരനും ഗൗതമും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. അമരന്റെ കൈവശമാണെങ്കിലോ ആ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഇരിക്കുകയാണല്ലോ. അമരൻ ഉടനെ തന്നെ അവിടുത്തെ റേഡിയോ ആക്റ്റീവ് റൂം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. വലിയ സ്ഫോടനം തന്നെ നടക്കുമെന്നത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു റേഡിയോ ആക്റ്റീവ് റൂം ഓപ്പൺ ആക്കുവാൻ വേണ്ടിയിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഹാക്കർ പെൺകുട്ടിയോട് ഗൗതം ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയാണെങ്കിലോ ആ ഒരു റേഡിയോ ആക്റ്റീവ് റൂം ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അമരനുമായി ഫൈറ്റ് ചെയ്യുന്ന ഗൗതമാണെങ്കിലോ അമരന്റെ കൈവശത്തു നിന്നും ആ ഒരു ന്യൂക്ലിയർ റിയാക്ടർ കൈക്കലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അമരനെ ആ ഒരു റേഡിയോ ആക്റ്റീവ് റൂമിലിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ കിടന്ന് അമരൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു ന്യൂക്ലിയർ റിയാക്ടർ അവൻ ഓണാക്കി വെച്ചതിന് ശേഷമാണ് മരണപ്പെട്ടു പോയത്. അതിന് ഇനി ഏകദേശം കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. ബ്ലാസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു നാട് മുഴുവൻ നശിച്ചു പോകും. നാടിനും നാട്ടുകാർക്കും ഒന്നും സംഭവിക്കരുത്. തന്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്ത് എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് ഗൗതം തീരുമാനിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടറുമായിട്ട് ഗൗതം നേരെ കടലിലേക്കാണ് പോകുന്നത്. കടലിൽ വെച്ച് ആ ഒരു ന്യൂക്ലിയർ റിയാക്ടർ നശിപ്പിക്കണം. അതോടൊപ്പം താനും മരണപ്പെട്ടു പോകും എന്നുള്ള കാര്യം ഗൗതമിന് നന്നായിട്ടറിയാം. എന്നാൽ ഗൗതം രണ്ടും കൽപ്പിച്ച് ആ ഒരു ന്യൂക്ലിയർ റിയാക്ടർ കടലിലേക്ക് കൊണ്ടുപോകുന്നു. കടലിൽ വെച്ച് അത് ബ്ലാസ്റ്റ് ആവുകയാണ്. അതോടെ അമരനും മരണപ്പെട്ടു പോകുന്നു. ആർക്കും ഒന്നും സംഭവിച്ചതേയില്ല. ഇത്രയും നാൾ വലിയ പോരാട്ടം നടക്കുമെന്ന് എല്ലാവരും കരുതി. ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധം തന്നെ അവിടെ നടക്കുമെന്നുള്ള കാര്യം ഗൗതമിന് ഉറപ്പായി. ഗൗതം കാരണം ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിരിക്കുകയാണ്. താൻ മരിക്കുമെന്നുള്ള കാര്യം ഗൗതമിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ കാമുകി അവൻ സേഫാക്കി ജോർജിയയിലേക്ക് അയച്ചിരുന്നു. എന്നാൽ അമരന് പിന്നിൽ മറ്റൊരാളുണ്ടെന്നും ഇതെല്ലാം അമരനെ കൊണ്ട് ചെയ്യിച്ചത് മറ്റൊരാളാണ്. ആ ആളുടെ പേര് റാണ എന്നാണ്. ഇതെല്ലാം ഇപ്പോൾ ഇന്ദ്ര കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ റാണയെ ആരും തന്നെ കണ്ടിട്ടേയില്ല. ആരാണെന്നുള്ള ഡീറ്റെയിൽസും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. മാത്രവുമല്ല ഈ ഒരു കാര്യം അറിയാവുന്നത് മിക്കവാറും അമരന്റെ കൂട്ടാളിയെ അതുല്യക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അതുല്യയെ കാണുവാനായിട്ടും ഇന്ദ്ര തീരുമാനിക്കുന്നു. അതുല്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അതുല്യുള്ളത് തീഹാർ ജയിലിലാണ്. അവിടേക്ക് എത്തുകയാണ് ഇന്ദ്ര. അമരന് പിന്നിൽ റാണയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. റാണ ആരാണ്, റാണയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവളോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ റാണയെ കണ്ടിട്ടുള്ളത് അമരനല്ലാതെ മറ്റൊരാൾ മാത്രമാണ്. അത് രാജസ്ഥാനിലുള്ള ഒരു വൈദ്യനാണെന്നുള്ള കാര്യം അതുല്യ പറയുന്നു. അങ്ങനെ ഉടനെ തന്നെ ആ ഒരു വൈദ്യനടുത്തേക്ക് പോവുകയാണ് ഇന്ദ്ര. വൈദ്യനടുത്തെത്തി ഒരുപാട് ഫോട്ടോ കാണിച്ചിട്ട് ഇതിൽ ആരാണ് റാണ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ അയാൾ തിരിച്ചറിയുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി ഇന്ദ്ര നേരെ പോകുന്നത് ജോർജിയയിലേക്കാണ്. എന്തിനാണ് ഇന്ദ്ര ജോർജിയയിലേക്ക് പോകുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തെന്നാൽ ആ ഒരു ന്യൂക്ലിയർ റിയാക്ടറുമായിട്ട് കടലിലേക്ക് പോയിട്ടുള്ള നമ്മുടെ ഗൗതമാണെങ്കിലോ ഗൗതം മരണപ്പെട്ടിട്ടില്ല. ഗൗതമിന് വെള്ളത്തിനടിയിൽ ധ്യാനം ചെയ്തുള്ള ശീലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ബ്ലാസ്റ്റ് ആയ സമയത്ത് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഗൗതം ചെയ്തത്. ഗൗതം ഇപ്പോൾ ഉള്ളത് കാമുകിയായിട്ടുള്ള മേഘനയ്ക്കൊപ്പം ജോർജിയയിലും. ഗൗതം രക്ഷപ്പെട്ട കാര്യം ഇന്ദ്രയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്ര ഗൗതമിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തിയത്. അമരന് പിന്നിൽ റാണയാണ്. റാണ ആരാണെന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തി എന്നുള്ള കാര്യം ഇന്ദ്ര പറയുമ്പോൾ അത് മുൻപേ ഞാൻ കണ്ടെത്തിയിരുന്നു എന്നുള്ള കാര്യം ഗൗതം പറയുന്നു. സത്യത്തിൽ ഈ റാണ മറ്റാരുമല്ല, ഗൗതമിന്റെ അച്ഛനായിട്ടുള്ള മിസ്റ്റർ എക്സ്, ഇന്ത്യൻ റോ ഏജന്റ് ആയിട്ടുള്ള മിസ്റ്റർ എക്സ് തന്നെയാണ്
ആ ഒരു റാണ. സത്യത്തിൽ റോ ഏജന്റ് ആണെന്ന് എല്ലാവർക്കും മുന്നിൽ അഭിനയിക്കുകയും ഇന്ത്യയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് താൻ ശ്രമിക്കുന്നതെന്ന് എല്ലാവർക്കും മുന്നിൽ കാണിച്ചതൊക്കെ വെറുതെയായിരുന്നു. അമരനെ ഇറക്കിയതും മിസ്റ്റർ എക്സ് ആണ്. അമരന് പിന്നിൽ പ്രവർത്തിച്ച് അമരനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചു. മാത്രവുമല്ല, ഹിമാലയത്തിൽ നിന്നും 7 ക്യാപ്സ്യൂൾ സ്വന്തമാക്കിയില്ലേ, അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് മിസ്റ്റർ എക്സ് കണ്ടെത്തിയിരുന്നത്, അല്ലാതെ ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല. അന്ന് റഷ്യൻ ആർമി മിസ്റ്റർ എക്സുമായിട്ട് പോകുന്നത് പോലെയും മാത്രവുമല്ല മിസ്റ്റർ എക്സ് മരണപ്പെട്ടതുപോലെയുമൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത വെറും ഒരു നാടകമാണ്. ഇതെല്ലാം ഗൗതം കണ്ടെത്തിയിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം ഇന്ദ്രയോടും പറയുന്നുണ്ട്. അതേസമയം ഗൗതമിനടുത്തേക്ക് മിസ്റ്റർ എക്സ്, മരണപ്പെട്ടു പോയെന്ന് പറയുന്ന അതേ മിസ്റ്റർ എക്സ്, അതായത് റാണ വന്ന് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും നേർക്ക് നേർ വന്നിരിക്കുന്നു. അതേസമയം ഇന്ദ്ര ഗൗതമിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഇനി നീയാണ് നമ്മുടെ റോ ഏജൻസിയിലെ മിസ്റ്റർ എക്സ് എന്ന്. അതോടെ രണ്ടുപേരും നേർക്കുനേർ ഏറ്റുമുട്ടാനായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തത് എന്തായെന്നുള്ളത് അടുത്തൊരു പാർട്ടിനുള്ള ലീഡും നൽകിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.